ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബർത്ത്ഡേ എഡിറ്റിംഗ് വീഡിയോ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൈൻമാസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കൈൻമാസ്റ്റർ ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. പുതിയ കൈൻമാസ്റ്റർ ആണ്. ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് ലുക്കിലൊക്കെ. ഇനി നമുക്ക് പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് പ്രൊജക്റ്റ് നെയിമൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രൊജക്റ്റ് നെയിമൊക്കെ കൊടുക്കാം. ഇനി നമുക്ക് റേഷ്യോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ 9:16 ആണ് റേഷ്യോ സെലക്ട് ചെയ്യുന്നത്. അഡ്വാൻസ്ഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ ഡിസ്പ്ലേ മോഡൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനവിടെ ഫില്ലാണ് കൊടുത്തത്. പിന്നെ ഫോട്ടോ ഡ്യൂറേഷൻ ചോദിക്കുന്നുണ്ട്, അതും നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ 5 ആണ് സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. ഇനി നമുക്ക് ഫോട്ടോസൊക്കെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഫോട്ടോസൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനിടയിൽ ട്രാൻസിഷൻ എഫക്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. സ്ലൈസ് ട്രാൻസിഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ട്രാൻസിഷൻ എഫക്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് എഫക്റ്റ് ആഡ് ചെയ്തു അത്ര മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവ്മെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. ഈ ഓരോ ഫോട്ടോസും സെലക്ട് ചെയ്തിട്ട് പാൻ ആൻഡ് സൂം പോയിട്ട് നിങ്ങൾക്ക് ഏത് സൈഡിലേക്ക് മൂവ് ചെയ്ത് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. സ്റ്റാർട്ട് പൊസിഷനും എൻഡ് പൊസിഷനും സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊരു മൂവ്മെൻറ്റും കൂടി കാണിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. സൂമൊക്കെ ചെയ്ത് വരണമെങ്കിൽ അതിനൊക്കെ അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് എന്നിട്ട് അടുത്ത ഫോട്ടോയിലേക്ക് ട്രാൻസിഷൻ എഫക്റ്റും ആഡ് ആവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം എന്നുള്ളത് മാത്രം. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമുക്കിതൊന്ന് സേവ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്യാം. എന്നിട്ട് സേവ് കൊടുക്കാം. സേവ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ബാക്കിൽ വരാം. ഫുൾ ബാക്ക് വന്നിട്ട് ഇനി ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. 9:16 സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് കൊടുക്കുക. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യാം. നേരത്തെ വീഡിയോൻ്റെ അതേ സൈസിൽ ഈ ബാക്ക്ഗ്രൗണ്ട് കളറൊന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലേക്കൊരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലെയർ ഓപ്ഷനിൽ പോവുക, മീഡിയയിൽ പോവുക. മീഡിയയിൽ നിന്ന് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഫിൽ സ്ക്രീൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് താഴോട്ടേക്ക് പോയാൽ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ സെക്കൻഡ് വൺ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ഫിൽ സ്ക്രീനായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇവിടെ ഉള്ള ഈ വൈറ്റുള്ള സ്ഥലത്തേക്ക് ആഡ് ചെയ്തിടണം. അതിന് വേണ്ടിയിട്ട് ലെയർ ഓപ്ഷനിൽ പോവുക, മീഡിയയിൽ പോവുക. മീഡിയയിൽ നിന്ന് നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് വെച്ച ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കതൊന്ന് ഈ ഒരു പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഈ ടെംപ്ലേറ്റിന് ഓഡിയോ ഉണ്ട്, അതൊന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇങ്ങനെയാണ് ഉണ്ടാവുക. സിമ്പിളാണ്, പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുക്കുക, അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ട്രാൻസിഷൻ എഫക്റ്റ് ആഡ് ചെയ്യുക, ഒന്ന് സേവ് ചെയ്തിടുക. എന്നിട്ട് ആ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ ഈ ഒരു പോർഷനിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. നല്ല സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ബർത്ത്ഡേ എഡിറ്റിംഗ് വീഡിയോ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.